2 വീക്സ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി ചട്നി അല്ലെ ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന്. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം. ഹെൽത്ത് പരമായി നോക്കിയാൽ നമ്മുടെ വയറിനൊക്കെ വളരെ സുഖം കിട്ടുന്ന ഒരു തരം ടേസ്റ്റി ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്ന്. ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എപ്പോഴും നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഈ ചമ്മന്തിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വലിയ ബൾബ് ഗാർലിക്ക്, 1 ഇഞ്ച് പീസ് ജിഞ്ചർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി, പിന്നെ 2 പീസ് കായത്തിൻ്റെ കട്ടയാണ് എടുത്തില്ല, പൗഡറാണെങ്കിൽ പൗഡർ എടുക്കാം, കട്ടയായിരിക്കും ടേസ്റ്റ്. 2 തണ്ട് കറിവേപ്പില, സ്ലൈസ് ചെയ്ത ഒരു വലിയ സവോള, കല്ലുപ്പായനും പൊടിയുപ്പായനും പാകത്തിന് വേണം, പിന്നെ 1 ടീസ്പൂൺ നിറയെ ജീരകം, 2 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 6 കാശ്മീരി മുളക്, 2 നല്ല എരിവുള്ള മുളക്. എരിവ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര ചേർക്കാം. കാശ്മീരി ചേർക്കുമ്പോൾ നമുക്ക് നല്ല ചമ്മന്തിക്ക് നല്ല കളറ് കിട്ടും, പിന്നെ കൊഴുപ്പും ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാശ്മീരി എടുക്കുന്നത്. എരിവ് അധികം വേണ്ടല്ലോ. ഇത് ചെയ്യാനായിക്കൊണ്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എത്ര ചേർത്താലും ടേസ്റ്റാണ്. വെളിച്ചെണ്ണ തന്നെ ചെയ്യണം. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 2 പീസ് കായ ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കണം. ശേഷം ക്രമത്തിൽ എടുത്തു വെച്ച എല്ലാ ഐറ്റംസും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. കായം ഒന്ന് മൂത്ത ശേഷം കോരി മാറ്റുന്നത് നല്ലതായിരിക്കും, കരിഞ്ഞു പോവാതിരിക്കാൻ. അടുത്തതായി ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉണക്കമുളക്, സവോള, ജിഞ്ചറും ഗാർലിക്കും കൂടി ചേർത്തു. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കായത്തിൻ്റെ പീസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്, കരിഞ്ഞു പോകില്ലെങ്കിൽ. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. ഈ ചമ്മന്തിയുടെ മസാലക്കൂട്ട് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുപ്പിച്ചിട്ട് കായയും കൂടി ചേർത്തിട്ട് ആകെ ഒന്ന് പൊടിക്കണം. പൊടിച്ച ശേഷം കുറച്ച് വെള്ളം, തിളച്ച് തണുപ്പിച്ച വെള്ളം തന്നെ ചേർക്കണം. ചേർത്തിട്ട് അരക്കാതെയും പൊടിഞ്ഞ ചമ്മന്തി എടുക്കാം, പക്ഷേ അതത്ര ടേസ്റ്റ് കിട്ടില്ല. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് പീസാക്കി ഇട്ട് കൊടുക്കുന്നതാണ്. ഒന്ന് ചൂടായാൽ മതി, അതങ്ങനെ വറുത്ത് വരുമൊന്നും വേണ്ടിയില്ല. ഇതൊക്കെ നന്നായിട്ടൊന്ന് വളർന്ന് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകുന്നു. തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് ആദ്യം പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അരക്കുമ്പം കുറച്ച് വെള്ളം ചേർക്കുന്നതിൽ കുഴപ്പമില്ല. വെള്ളം തിളച്ച് തണുപ്പിച്ച വെള്ളം ഞാൻ ചേർക്കുന്നത്. എങ്കിലും നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ, അല്ലാതെ ഉണങ്ങിയ മാതിരി കിടക്കും. കായ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കോരി മാറ്റിയതാണ്. ഇതൊക്കെ വല്ലാതെ കരിഞ്ഞ ടേസ്റ്റ് കുറയും. ഇതിനിപ്പം ഒന്ന് പൊടിച്ചിട്ട് അരക്കുമ്പം പലരും പറയും അങ്ങനെ തന്നെ ചമ്മന്തി വാരി കൂട്ടുക, പക്ഷേ അത് ടേസ്റ്റ് അത്ര കിട്ടില്ല. നമുക്ക് ഈ മുളകിൻ്റെ ആയാലും സവോളയുടെ ആയാലും പിന്നെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടില്ല. അപ്പോൾ അതിനാണ് ഇത്തിരി വെള്ളം ചേർക്കണം എന്ന് പറയുന്നത്. ഇത്തിരി വെള്ളം ചേർത്ത് നമുക്ക് പാകത്തിന് ഇതാക്കിയിട്ട് 1-2 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. മിക്സി ജാറിലിട്ടൊന്നും ആദ്യം പൊടിക്കുന്നത് നല്ലതായിരിക്കും, എങ്കിലേ മുളകൊക്കെ ശരിക്കും പൊടിഞ്ഞു വരുള്ളൂ. ശേഷം നമുക്ക് അരച്ചെടുക്കുക. അരക്കുമ്പോൾ കുറച്ച് വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ തിളച്ച് തണുപ്പിച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കുഴച്ചിട്ട് ചോറിനാൻ പറ്റും. നല്ല ചൂട് ചോറിൻ്റെപ്പം ഇത് കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി ഇത് ഞാൻ അരച്ചിട്ട് വരാം. ഇതിൽ നിറയെ വെളിച്ചെണ്ണയുള്ള നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ വേണം, വെളിച്ചെണ്ണ തന്നെ ചെയ്യും വേണം. ഇതിൽ ഓയിൽ ഉള്ളതുകൊണ്ട് അത്രയൊക്കെ പൊടിയുള്ളൂ. ഇനി ഇപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടുന്നത്ര ഞാനൊരു 1/2 കപ്പ് വെള്ളത്തോളം ചേർത്തിട്ടുണ്ട്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക.
നല്ല പാകത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഡബ്ബയിലാക്കി വെക്കാം. പിന്നെ നമുക്ക് ഇഡ്ഡലിക്ക്, ദോശയ്ക്ക് എന്ന് വേണ്ട എല്ലാ പലഹാരത്തിൻ്റെ ഒപ്പം ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് ഊണിന് സൈഡ് ഡിഷായിട്ട് ഒരു പരിപ്പ് കറി ഉണ്ടെങ്കിൽ ധാരാളമാണ്. ഈ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ റൈസ് തീരുന്നത് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരിത്തിരി വെളിച്ചെണ്ണയിൽ ചലിക്കോ വെളിച്ചെണ്ണയോ അല്ല നെയ്യോ ഒന്ന് ചാലിച്ചിട്ട് ചൂട് ചോറിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഇതിൽ ചേർന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയും നമുക്ക് ഗ്യാസ് ട്രബിളിനും വയറുള്ള നമുക്ക് കമ്പിക്കുന്ന വയറൊരു ഇങ്ങനെ ടൈറ്റായിട്ടും പെയിനായിട്ടെല്ലാം ഉണ്ടാവുമല്ലോ, ആ സമയത്തൊക്കെ ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഗ്യാസ് മാറാനും എല്ലാം നല്ലതാണ്. ഈ റെസിപ്പി നമ്മുടെ ഒരു കാണിക്കാൻ സ്റ്റൈലിന് വേണ്ടി മാത്രം ഇങ്ങനെ പൊടിച്ചിട്ട് ചോറിൽ കുഴച്ചിട്ട് തിന്നുക എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്രത്തോളം ടേസ്റ്റ് കിട്ടുന്നു. കാരണം നമ്മൾ ഈ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഒന്നറിയണം, എങ്കിലേ ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അല്ലാതെ തരിതരിപ്പായിട്ട് അതിൻ്റെ കായത്തിൻ്റെ ആയാലും ശരി, ജിഞ്ചർ ഗാർലിക്കും എല്ലാത്തിൻ്റെയും ആ ടേസ്റ്റ് എനിക്ക് അത്രത്തോളം കിട്ടുന്ന എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ്, ഞാൻ അങ്ങനെ തരിതരിപ്പായി എടുക്കാറില്ല. ഇങ്ങനെ തന്നെയാണ് അരച്ച് വെക്കാറ്. ഇത് ഞാൻ തീരുമ്പോൾ വീട്ടിൽ അരച്ച് വെക്കാറുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഈ ചമ്മന്തിയുടെ അല്ലെങ്കിൽ ചട്നിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.